മുൻപോട്ട് പോകുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. മുൻപോട്ട് തന്നെ പോകുക. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുൻപിൽ ഒരോട്ടമുണ്ട്. നമുക്ക് മുൻപിൽ നിത്യതയുണ്ട്. ദൈവം നമ്മെ വിളിച്ചത് മുൻപോട്ട് പോകുവാനാണ്. നമുക്ക് മുൻപിൽ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു ഭവനമുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു രാജ്യമുണ്ട്, ഒരു ഭാവിയുണ്ട്. മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് സുപരിചിതമല്ലാത്തൊരു വഴിയിലൂടെ ആയിരിക്കാം ഇന്ന് പകൽ നിങ്ങൾ ചുവടുകൾ വയ്ക്കുന്നത്. അതെ, അത് ഇടുക്കമുള്ള വഴിയാണ്. തിരുവെഴുത്ത് പറയുന്നു, അത് ഞെരുക്കമുള്ള വഴിയാണ്. ഇതുവരെ നിങ്ങൾ പോകാത്ത വഴിയിൽ, ഇടുക്കമുള്ള വഴിയിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു വീഴ്ച വന്നാൽ, ഒരു താഴ്ച വന്നാൽ നിങ്ങൾ തളർന്നു പോകരുത്. ഈ വഴിക്കകത്തൊരു വീഴ്ച വന്നേക്കാം. ഈ വഴിക്കകത്ത് ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. എങ്കിലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. കാരണം അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ, നിങ്ങളെ വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ, ഈ വഴിയിൽ നിങ്ങൾ വീണ് കിടക്കുന്നത് കാണുവാൻ അവൻ ഇഷ്ടമല്ല. അവനത് കണ്ടു നിൽക്കുകയുമില്ല. ഇന്ന് പകൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവം എന്താണ് ഇന്ന് പകൽ തൻ്റെ ജനത്തോട് പറയുന്നത്? ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങളെ കുറ്റം ചുമത്തുവാൻ ഈ ഭൂമിയിൽ ആർക്ക് കഴിയും? ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവം കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളെ കൈവിടില്ലെന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ആരൊക്കെ നിങ്ങളുടെ കരം പിടിച്ചില്ലേലും, ആരൊക്കെ നിങ്ങളെ കൈവിട്ട് കളഞ്ഞാലും നിങ്ങൾ എന്തിന് ഭാരപ്പെടണം? ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, മുൻപോട്ട് പോകുവാൻ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വന്നേക്കാം, വേദനകൾ ഏറി വന്നേക്കാം, തകർച്ചകൾ വന്നേക്കാം. എങ്കിലും നിങ്ങൾ തളർന്ന് കിടക്കരുത്, പകച്ചു നിൽക്കരുത്. മുൻപോട്ട് തന്നെ ചുവടുകൾ വയ്ക്കണം. പുറകോട്ട് നോക്കരുത്. പുറകോട്ട് നോക്കിയാൽ 2 കാര്യങ്ങൾ കാണാം. ഒന്ന്, ദൈവം നടത്തിയ വഴികളെ കാണാം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ കാണാം. അത് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ ഇന്ന് പകലൊരു പാട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഈ നിമിഷം വരെയും താങ്ങി നടത്തിയ ഒരു കരത്തെ നിങ്ങൾ കാണും. നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്ന് കണ്ണുനീർ തുടച്ച് രട്ടഴിച്ച് സന്തോഷമുടിപ്പിച്ചൊരു ദൈവപ്രവൃത്തിയുടെ ഒരു പരമ്പര തന്നെ നിങ്ങൾ കാണും. അത് കാണുന്നത് അനുഗ്രഹമാണ്. ദൈവത്തെ പാടി സ്തുതിക്കാമല്ലോ. എന്നാൽ നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ ഇന്നലകളിലെ നിങ്ങളുടെ വീഴ്ചകൾ നിങ്ങൾ കണ്ടേക്കാം, നിങ്ങളുടെ പരാജയങ്ങൾ കണ്ടേക്കാം. വിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ നടുവിൽ വീണ് കിടന്ന ചരിത്രങ്ങൾ പുറകിലുണ്ടാകാം. ആ കാഴ്ചയിൽ പിശാച് ചിലപ്പോൾ നിങ്ങളോട് മന്ത്രിക്കാൻ സാധ്യതയുണ്ട്. നീ ഒരു പരാജയമാണ്, നീ ഒരു വീഴ്ചയാണ്, നീ ഒരു തകർച്ചയാണ്, നിനക്കൊരിക്കലും കയറി വരാൻ കഴിയില്ല, നിനക്ക് ജയിക്കാൻ കഴിയില്ല. നോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയുള്ള ചിന്തകളെ നിങ്ങൾ പിടിച്ചു കെട്ടണം. അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, അതൊന്നും തിരുവചനത്തിൽ നിന്നുള്ളതല്ല, അത് ദൈവത്തിൻ്റെതല്ല, അത് പിശാചിൻ്റെതാണ്. ദൈവം എന്താണ് പറയുന്നത്? നീ പേടിക്കേണ്ടെന്ന ദൈവം പറയുന്നത്, ഞാൻ കൂടെയുണ്ടെന്ന ദൈവം പറയുന്നത്, നിത്യ സ്നേഹം കൊണ്ട്
ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന ദൈവം പറയുന്നത്. ഒന്നും തീർന്നിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നിനക്കൊരു ദൂരയാത്രയുണ്ട്, നിനക്കൊരു കുടുംബമുണ്ട്, നിനക്ക് തലമുറകളുണ്ട്, നിനക്ക് ചില പ്രിയപ്പെട്ടവരുണ്ട്. അവരാരും നഷ്ടപ്പെട്ടിട്ടില്ല, അവരാരും നിന്നെ വിട്ട് അകന്നു പോയിട്ടില്ല. പിശാച് മന്ത്രിക്കുന്നതിന് ചെവി കൊടുക്കരുത്. ഇന്ന് പകൽ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. പിന്മാറ്റം നാശത്തിലേക്കാണ്. ഇന്ന് പകലത് പിന്മാറുന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ചില നാളുകൾ കഴിയുമ്പോൾ ഒരു വലിയ ശൂന്യത വരും, വലിയ നഷ്ടങ്ങൾ വരും. സമയനഷ്ടമുണ്ടാകും, ആരോഗ്യ നഷ്ടമുണ്ടാകും, സാമ്പത്തിക നഷ്ടമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതൊരു നഷ്ടമായി തന്നെ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന നിങ്ങളുടെ നല്ല കർത്താവിനെ മുൻപിൽ കണ്ട് അവൻ്റെ ശബ്ദം കേട്ട് മുൻപോട്ട് തന്നെ പോകാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.